ഡോക്ടർ മോഹൻ വർഗീസ്, ഇറാനിൽ US ആക്രമണത്തിന് ശക്തി കൂടിയ പശ്ചാത്തലത്തിൽ യമനിലെ ഹൂത്തി സഖ്യകക്ഷികളെ ഉപയോഗിച്ച് ചെങ്കടലിലേക്കുള്ള കവാടം അടച്ചിടാൻ നീക്കം നടത്തുന്നതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ചെങ്കടലിലെ എണ്ണക്കടത്തിൻ്റെ പ്രധാന പാതയായ ബാബൽ മന്ദേബ് കടലെടുക്ക് തടയാനാണ് ഇറാൻ ഹൂത്തികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ലോകത്തെ എണ്ണവാതക വിതരണത്തിൽ ഈ പാതയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടല്ലോ. ലോകത്തെ ഊർജ്ജ വിതരണത്തിൻ്റെ ഏകദേശം 7% ചെങ്കടൽ വഴിയാണ് നടക്കുന്നത്. അതുകൊണ്ട് ഹൂത്തികളുടെ നീക്കം ആഗോള ഊർജ്ജ പ്രതിസന്ധി രൂക്ഷമാക്കുമോ? ഇത് ലോകത്തെ എങ്ങനെ ബാധിക്കും? ചെങ്കടൽ എക്കാലത്തും തന്ത്രപ്രധാനമായ പ്രാധാന്യമുള്ള മേഖലയായിരുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ചെങ്കടൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈജിപ്തിൽ നിന്നും, അതായത് മിസ്രൈം എന്ന് പറയുന്ന ഈജിപ്തിൽ നിന്നും ഇസ്രായേലിലേക്ക്, വാഗ്ദത്ത ഭൂമിയായ ഇസ്രായേലിലേക്ക് മോശ എന്ന് പറയുന്ന പ്രവാചകൻ ഇസ്രായേൽ മക്കളെ, ജൂതന്മാരെ നയിച്ചുകൊണ്ട് വന്നത് ചെങ്കടൽ കടന്നാണ്. അത് ചെങ്കടൽ പിളർത്തി എന്ന് ബൈബിൾ വ്യാഖ്യാനം. അപ്പോൾ ആ രീതിയിൽ ചെങ്കടലിന് ബിബ്ലിക്കൽ പ്രാധാന്യമുണ്ട്, ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. ഈ റോമൻ ട്രേഡ് സമയത്ത് ഇന്ത്യയിലേക്ക്, അതായത് കേരളത്തിലേക്ക്, മുച്ചൊരു പട്ടണത്തിലേക്കൊക്കെ ഈ ചരക്കുകൾ വന്നിരുന്ന അലക്സാണ്ട്രിയയിൽ നിന്നും ചരക്കുകൾ വന്നിരുന്നതും ചെങ്കടൽ വഴിയാണ്. അലക്സാണ്ട്രിയ ഈജിപ്തിൻ്റെ വടക്കാണ്. അവിടുന്ന് നൈൽ നദിയിലൂടെ തെക്കോട്ട് ചരക്കുകൾ ചെറിയ വള്ളങ്ങളിൽ, ബോട്ടുകളിൽ കൊണ്ടുവന്നതിന് ശേഷം അവിടുന്ന് കോപ്റ്റോസ് എന്ന പ്രദേശത്ത് ഇറക്കി അവിടുന്ന് കിഴക്കോട്ട് മരുഭൂമിയിലൂടെ സഞ്ചരിച്ച് ബർണീസ് എന്നൊക്കെ പറയുന്ന തുറമുഖത്തെത്തി ചെങ്കടൽ തീരത്താണ്. ആ തുറമുഖത്ത് നിന്ന് ഈ ചെങ്കടലിൻ്റെ തെക്കുള്ള ബാബൽ മന്ദേബ് കടലെടുക്ക് കടന്ന് ഈ ഏഡൻ ഉൾക്കടലിൽ പ്രവേശിച്ച് അവിടുന്ന് തെക്കോട്ട് സഞ്ചരിച്ച് സെക്കോത്ര എന്ന ദ്വീപിൽ എത്തിയതിനു ശേഷം അവിടെ നിന്ന് വാണിജ്യവാദങ്ങളുടെ കാറ്റുകളാണ്. അതിൻ്റെ അകപടിയോടുകൂടി 41 ദിവസം കൊണ്ട് മലബാറിൻ്റെ മണ്ണിൽ, മലങ്കരയിൽ, കേരളത്തിൽ എത്താം. അപ്പോൾ ചെങ്കടൽ വ്യാപാരത്തിൽ ചരിത്രപരമായി എക്കാലത്തും ഒരു വ്യാപാരത്തിൻ്റെ ഹബ്ബായിരുന്നു, സ്ഥിരാകേന്ദ്രമായിരുന്നു. പണ്ടും BC-യിൽ പോലും ഇപ്പോഴും അതങ്ങനെ തന്നെയാണ്. അതിനുള്ള കാരണം അതിൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥാനമാണ്. ഇന്ത്യയിൽ നിന്നോ ചൈനയിൽ നിന്നോ കിഴക്കൻ പ്രദേശത്ത്, ഏഷ്യയുടെ ഏത് കിഴക്കൻ പ്രദേശത്തു നിന്നും ഉള്ള ചരക്കുകൾ യൂറോപ്പിലേക്ക് എത്തണമെങ്കിൽ ഉള്ള ഏക ഏറ്റവും നല്ല പാത, ഏറ്റവും സുഗമമായ പാത ഇന്ത്യൻ ഓഷ്യനിൽ നിന്നും അറബിക്കടലിലേക്ക് വരിക. ഇന്ത്യൻ ഓഷ്യൻ പ്രദേശം, അറബിക്കടൽ ഇന്ത്യൻ ഓഷ്യനിൽ നിന്നും അകത്തേക്ക് തള്ളി നിൽക്കുന്ന കടലാണല്ലോ. അറബിക്കടലിൽ നിന്നും ഈ ഏഡൻ ഉൾക്കടലിലേക്ക് എത്തുക, ഗൾഫ് ഓഫ് ഏഡൻ, അവിടെയാണ് പ്രധാനപ്പെട്ട ഒരു ചോക്ക് പോയിന്റ്. ഏഡൻ ഉൾക്കടലിൽ നിന്നും ഒരു വളരെ ചെറിയ 10-33 കിലോമീറ്റർ മാത്രം വീതിയുള്ള ചെറിയ ഹോർമൂസ് പോലെ ചെറിയ ഒരു കടലിടുക്കാണ് ബാബ് എൽ മന്ദേബ്. ആഫ്രിക്കയുടെ, ഹോൺ ഓഫ് ആഫ്രിക്ക, അതായത് ജിബൂട്ടി പോലെയുള്ള രാജ്യങ്ങൾ അങ്ങോട്ട് തള്ളി നിൽക്കുകയാണ്. സൊമാലിയയുടെ കിഴക്കൻ ഭാഗത്തു നിന്ന് വടക്കുള്ള പ്രദേശമാണ്. ഈ ഭാഗത്ത് ആഫ്രിക്കയുടെ ഹോൺ തള്ളി നിൽക്കുന്നു. യമൻ എന്ന രാജ്യത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗം ഇങ്ങോട്ട് തള്ളി നിൽക്കുന്നു. ഇതിനിടയിലൂടെ കടലിടുക്ക് കടന്ന്, അതാണ് ബാബ് എൽ മന്ദേബ്. അപ്പോൾ ആ കടലിടുക്ക് കടന്നതിന് ശേഷം ചെങ്കടലിൽ പ്രവേശിക്കാം ജലയാനങ്ങൾക്ക്. ആ ജലയാനങ്ങൾ വടക്കോട്ട് സഞ്ചരിച്ച് ചെങ്കടലിൻ്റെ അറ്റത്തെത്തുമ്പോൾ അത് രണ്ടായി സ്പ്ലിറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ അടുത്ത വശത്തെ സ്പ്ലിറ്റിലൂടെ കുറേ നീങ്ങിക്കഴിയുമ്പോൾ പിന്നെ മനുഷ്യനിർമ്മിതമായ, ഏറ്റവും ടെക്നോളജി അന്ന് നിർമ്മിച്ച മനുഷ്യനിർമ്മിതമായ കനാൽ അല്ലെങ്കിൽ കടൽ പാതയാണ് പറയുന്ന സൂയസ് കനാലിലൂടെ കപ്പലുകൾക്ക് സഞ്ചരിച്ച് നേരെ മധ്യധരണ്യാഴിയിൽ, അതായത് മെഡിറ്ററേനിയൻ കടലിലെത്താം. മെഡിറ്ററേനിയൻ കടലിൻ്റെ വടക്ക് ഭാഗത്ത് യൂറോപ്യൻ രാജ്യങ്ങളാണ്. മെഡിറ്ററേനിയൻ കടൽ തെക്ക് ഭാഗത്ത് ആഫ്രിക്കയാണ്. അതിൻ്റെ കിഴക്ക് ഭാഗത്ത് ഇസ്രായേൽ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളാണ്. അതിൻ്റെ കിഴക്ക് ഭാഗത്ത് സിറിയയും ഇസ്രായേലും ലെബനനും ഒക്കെ തന്നെ മധ്യധരണ്യാഴിയുടെ കിഴക്ക് ഭാഗത്താണ്. അപ്പോൾ ആ ഭാഗത്തേക്കെല്ലാമുള്ള ചരക്ക് നീക്കം സാധിക്കുന്നത് ബാബൽ മന്ദേബിലൂടെയാണ്. ഇനി പേർഷ്യൻ ഗൾഫ് മേഖല കലുഷിതമാണല്ലോ. പേർഷ്യൻ ഗൾഫ് മേഖലയിലേക്കുള്ള പ്രവേശന കവാടമായ ഹോർമൂസ് പ്രായോഗികമായി ഇപ്പോൾ ഡീഫങ്ക്റ്റ് ആണ്. അമേരിക്ക തുറന്നു എന്ന് പറയുമ്പോഴും അതിൽ ധൈര്യമായി കപ്പലുകൾക്ക് പോകാനാവില്ല. അതൊക്കെ ഇറാൻ മിസൈൽ അയച്ച് തകർക്കും. അതുകൊണ്ട് അവിടെ ചോക്ഡ് ആകുമ്പോൾ പിന്നെയുള്ള സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ചെങ്കടൽ മേഖലയുടെ രാജ്യങ്ങൾക്ക്, സൗദി അറേബ്യയും യമനുമൊക്കെ ചെങ്കടൽ മേഖലയിലെ ഏഷ്യൻ രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങൾക്ക് പിന്നീടുള്ള
ആശ്രയം ചെങ്കടൽ തീരത്തുള്ള തുറമുഖങ്ങളിലൂടെ പരമാവധി എണ്ണ പുറം ലോകത്തേക്ക് എത്തിക്കുക. അത് രണ്ട് രീതിയിൽ എണ്ണ എത്തിക്കാം. സൗദിയുടെ പടിഞ്ഞാറൻ തുറമുഖങ്ങൾ, അതായത് ചെങ്കടൽ തീരത്തുള്ള തുറമുഖങ്ങളിലേക്ക് കിഴക്ക് നിന്നും പടിഞ്ഞാറേക്ക് വലിയ പൈപ്പ് ലൈനുകൾ നീളുന്നുണ്ട്. സൗദി കൺസ്ട്രക്ട് ചെയ്ത പൈപ്പ് ലൈനുകളാണ്. അവിടുന്ന് ഉത്പാദന കേന്ദ്രങ്ങൾ പലയിടത്തായിട്ട് ചിതറി നിൽക്കുന്നു. അവിടെ നിന്നെല്ലാമുള്ള എണ്ണ സൗദിയുടെ പടിഞ്ഞാറൻ തീരപ്രദേശത്തെ പല തുറമുഖങ്ങളിൽ എത്തുകയും അവിടുന്ന് തെക്കോട്ട് സഞ്ചരിച്ചാൽ ബാബ് എൽ മന്ദേബ് കടന്ന് പുറം കടലിലേക്ക് പോകാം. വടക്കോട്ട് സഞ്ചരിച്ചാൽ അവിടെ നിന്നും സൂയസ് കനാൽ വഴി മെഡിറ്ററേനിയൻ കടലിലെത്തി യൂറോപ്പിലേക്ക് എണ്ണ കൊണ്ടുപോകാം. ഇതാണ് സൗദിയുടെ ഒരു പ്രധാനപ്പെട്ട എണ്ണ കയറ്റുമതി ഉപാധി. ഇപ്പോൾ യുദ്ധം മൂർച്ഛിക്കുന്നു. ഇറാന് നേരെയുള്ള അമേരിക്കയുടെ ആക്രമണം അനുദിനം വർദ്ധിച്ചു വരുന്നു. ഇറാന്റെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വരെ ആക്രമണം വന്നിരിക്കുന്നു. ഇറാന്റെ ത്രഷ് ഹോൾഡ് ലിമിറ്റ് കടന്നിരിക്കുന്നു. സഹിക്കാവുന്നതിന് ഒരതിരുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇറാന്റെ IRGC നേതൃത്വം പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്, വി ആർ ഗോയിങ് ടു കോൺടാക്ട് ഹൂതീസ്. ആരാണ് ഹൂതീസ്? പ്രവാചക പരമ്പരയിൽപ്പെട്ട ഒരു ഗോത്ര വിഭാഗം. അവർ സൗദി അറേബ്യയ്ക്ക് എന്നും തലവേദനയാണ്. യമന്റെ ചില പ്രദേശങ്ങൾ നിയന്ത്രിക്കുക 2014 മുതൽ അവിടെ ഉണ്ടായ ആഭ്യന്തര യുദ്ധത്തിൽ അവിടുത്തെ പ്രസിഡന്റ് നിയന്ത്രിക്കുന്ന ഭാഗം മാറ്റി നിർത്തി ബാക്കി ഭാഗം സന ഉൾപ്പെടെയുള്ള വലിയ നഗരങ്ങൾ യമനിൽ നിയന്ത്രിക്കുന്നത് ഹൂതി വിമതരാണ്. അവർ വിമതരെന്ന് പറയുന്നത് ആ പ്രദേശത്ത് അവരാണ് കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ പാശ്ചാത്യ ലോകത്തിൻ്റെ നറേറ്റീവ്സാണ് ഹൂതികൾ വിമതരാണ്. യമനിലെ വിമതരാണ്. ഇവർ ഇറാൻ സഹായിക്കുന്ന ഒരു വിഭാഗമാണ്. അവർ ഷിയാക്കളാണ്, ഷിയ മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് അവരുടെ സഹായം മുഴുവൻ തന്നെ ടെക്നോളജി ആകട്ടെ, വാർ എക്യുപ്മെൻറ്റ്സ് ആകട്ടെ, പണമാകട്ടെ എല്ലാം തന്നെ ഇറാനിൽ നിന്നും വരുന്നു. പലപ്പോഴും ഷാഡോ ഫ്ലീറ്റ്സിലൂടെയാണ് വരുന്നത്. അത് ബാബിൽ മന്ദേബ് കടന്ന്, ഷാഡോ ഫ്ലീറ്റ്സ് എന്ന് പറയുന്നത് മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെ പതാക വഹിച്ച് വ്യാജമായി ചില രേഖകൾ ഉണ്ടാക്കി മുന്നോട്ട് പോകുന്ന കപ്പലുകളാണ്. അങ്ങനെ ഗോസ്റ്റ് ഷിപ്സ് ആൻഡ് ഷാഡോ ഫ്ലീറ്റ്, അതിലൂടെ പല കാര്യങ്ങളും ഇറാൻ കടത്തിക്കൊണ്ടുവന്ന് യമന്റെ ഹൂതികളുടെ മണ്ണിൽ വെച്ചിട്ടുണ്ട്. അതുപയോഗിച്ചാണ് പല സമയങ്ങളിൽ ഇസ്രയേലിനെ ഹൂതികൾ ആക്രമിച്ചത്. അങ്ങനെ ലഭിച്ചിട്ടുള്ള മിസൈലുകൾ ഉപയോഗിച്ചാകണം. അല്ലെങ്കിൽ ഹൂതികൾക്ക് ചെറിയ രീതിയിലുള്ള മിസൈൽ ഉണ്ടാക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്, ഡ്രോണുകൾ ഉണ്ടാക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്, അവർക്ക് ബോട്ടുകളുണ്ട്, ഗൺ ബോട്ടുകളുണ്ട്. പണ്ട് ചരിത്രാതീത കാലം മുതൽ തന്നെ വലിയ കപ്പൽ നിർമ്മാണശാലകളാണ് ചെങ്കടൽ തീരത്തുള്ള സൗദി അറേബ്യയുടെയും യമന്റെയും ഒക്കെ ചെങ്കടൽ തീരത്തുള്ള തുറമുഖങ്ങൾ പലപ്പോഴും കപ്പൽ നിർമ്മാണ കേന്ദ്രങ്ങൾ ആയിരുന്നു എന്നും കൂടി ഓർക്കണം. ഇപ്പോഴും അവിടെ തകൃതിയായി കപ്പൽ നിർമ്മാണം നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഹൂതികൾക്ക് ചെറുകിട കപ്പലുകളും ബോട്ടുകളുമുണ്ട്. അതുപോലെ തന്നെ ഇറാൻ ഹോർമോസിന് നേരെ അയക്കുന്നത് പോലെയുള്ള മിസൈലുകൾ ഹൂതികൾ കൈവശമുണ്ട്. അതിലെ കടന്നു പോകുന്ന കപ്പലുകളെ സുഗമമായി കടന്നു പോകാൻ അനുവദിക്കാൻ ചിലപ്പോൾ ഹൂതികൾ സമ്മതിക്കില്ല. അതുകൊണ്ട് ചരിത്രപരമായി പലപ്പോഴും കഴിഞ്ഞ 2-3 വർഷത്തിനുള്ളിൽ സംഘർഷം മൂക്കുമ്പോൾ എല്ലാം തന്നെ അമേരിക്കൻ കപ്പലുകൾ, ഇസ്രയേലി കപ്പലുകൾ, യൂറോപ്യൻ കപ്പലുകൾ, ഈ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം നടത്തി 6ഓളം കപ്പലുകൾ പൂർണ്ണമായി മുങ്ങിപ്പോയ ഒരു ചരിത്രവുമുണ്ട് സമീപ ഭൂതകാലത്ത്. അതുകൊണ്ട് ഇപ്പോൾ എല്ലാ കണ്ണുകളും ഹൂതികളിലേക്കും ബാബ് എൽ മന്ദേബിലേക്കുമാണ്. ഒരേ സമയത്ത് തന്നെ ഹോർമോസ് കടലെടുക്കും, ബാബ് എൽ മന്ദേബ് കടലെടുക്കും. അടച്ചാൽ പേർഷ്യൻ ഗൾഫും ചെങ്കടലും ഒരുപോലെ ക്ലോസ്ഡ് ആകും. അങ്ങനെയെങ്കിൽ ലോക വ്യാപാരം എങ്ങനെ മുന്നോട്ട് പോകും? എണ്ണ വ്യാപാരം മാത്രമല്ല, ലോകത്തിൻ്റെ കണ്ടെയ്നർ ഷിപ്സിൻ്റെ 25% ആകമാന കണ്ടെയ്നർ ഷിപ്സിൻ്റെ വലിയ കണ്ടെയ്നറുകളിലാണല്ലോ ഈ ചരക്കുകൾ, എണ്ണയല്ല മറ്റ് ചരക്കുകൾ നീങ്ങുന്നത്. ഈ കണ്ടെയ്നർ ഷിപ്പുകളുടെ 25% ഓഫ് ദി കണ്ടെയ്നർ ട്രാഫിക് go through Bab el Mandeb and Red Sea. ബാബൽ മന്ദേബ് കടന്ന് റെഡ് സീയിലൂടെ എത്തി ഈ പറയുന്ന മനുഷ്യനിർമ്മിതമായ സൂയസ് കനാൽ കടന്ന് എത്തേണ്ട ടാങ്കറുകൾ മാത്രമല്ല കണ്ടെയ്നർ ഷിപ്സ്, അതുപോലെ ഓയിൽ ടാങ്കർ, വലിയൊരു ഭാഗം സൗദിയുടെ ഓയിൽ കടന്നു പോകേണ്ടത് അവിടെ നിന്നാണ്. ഇനി അതല്ല, ഹോർമൂസിലൂടെ കടന്നു വരുന്ന ഓയിലാണെങ്കിൽ പോലും അത് യൂറോപ്പിലേക്ക് പോകണമെങ്കിൽ സൗദി അറേബ്യയുടെ, ഒമാൻ്റെയും യമൻ്റെയും ആ പ്രദേശം ചുറ്റി ബാബിൽ മന്ദേബിൽ വന്ന് അകത്തേക്ക് പ്രവേശിച്ച് വേണം പോകാൻ. അതുകൊണ്ട് ഹോർമൂസിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾ ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളെ ലക്ഷ്യമാക്കിയുള്ളത് പുറം കടലിലേക്ക് പോകും. അല്ലാത്ത യൂറപ്പിനെ ലക്ഷ്യമാക്കിയുള്ള ഹോർമൂസിൽ കൂടിയുള്ള വ്യാപാരവും ചെങ്കടൽ വഴി മാത്രമേ ആത്യന്തികമായി കടന്നു പോകാനാവൂ. അതുകൂടി ബ്ലോക്ക്ഡ് ആയാൽ പിന്നെയുള്ള ഏക വഴി ആ പ്രദേശത്തുള്ള എണ്ണ ഏതെങ്കിലും കാരണവശാൽ പുറത്തെത്തിക്കാൻ കഴിഞ്ഞാൽ യൂറപ്പിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ, അല്ലെങ്കിൽ യൂറപ്പിൽ നിന്നും ഗൾഫ് പ്രദേശത്തേക്ക് ചരക്കുകൾ എത്തണമെങ്കിൽ ഏക പോംവഴി കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റിയുള്ള യാത്രയാണ്.
നമുക്കറിയാമല്ലോ, സൗത്ത് ആഫ്രിക്കയുടെ തെക്കൻ പ്രദേശത്താണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. അത് വാസ്കോ ഡി ഗാമയൊക്കെ കേരളത്തിലേക്ക് വന്ന ആ റൂട്ടാണ്. 1498 വാസ്കോ ഡി ഗാമ കോഴിക്കോട്ട് എത്തി, കടപ്പുറത്തെത്തി. അത് പോർച്ചുഗലിൽ നിന്നും വന്നതാണ്. അന്ന് ഈ റൂട്ട് അറിയില്ല അവർക്ക്. അതായത് ചെങ്കടൽ വഴി കടന്നു വരാനാവും എന്ന് പണ്ടേ ഉള്ള റൂട്ടാണ്. പക്ഷേ സൂയസ് കനാൽ അന്നില്ല. അതുകൊണ്ട് മധ്യധരണ്യാഴിയിൽ നിന്നും നേരിട്ട് എത്താനാവില്ല, പുറംകടലിലേക്ക് എത്താനാവില്ല. അതുകൊണ്ട് മെഡിറ്ററേനിയൻ ഭാഗത്തു നിന്നുള്ള കപ്പലുകൾ ജിബ്രാൾട്ടർ കടലിലേക്ക് കടന്ന് ആഫ്രിക്കയുടെ കര മുഴുവൻ കടന്ന്, അല്ലെങ്കിൽ ആഫ്രിക്കൻ വൻകരയുടെ തീരപ്രദേശത്തു കൂടി കാറ്റ് അനുകൂലമാകുമ്പോൾ പോയി, അല്ലെങ്കിൽ തുഴഞ്ഞു വന്ന് ആഫ്രിക്ക എന്ന വൻകര മുഴുവൻ ചുറ്റി അതിൻ്റെ തെക്കേ ഭാഗത്താണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. അവിടെ ഇറങ്ങി നല്ല ആഹാരം കഴിക്കും, പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ ഒക്കെ കഴിച്ച് സ്കർവി, ബെറിബെറി ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഒഴിവാക്കി മാസങ്ങളോളം താമസിച്ച് അവിടെ സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കി. മാസങ്ങളോളം താമസിച്ചതിന് ശേഷമാണ് അവർ ഏഷ്യൻ പ്രദേശത്തേക്കുള്ള ഇന്ത്യയിലേക്കും അല്ലെങ്കിൽ ഇന്തോനേഷ്യയിലേക്കുമുള്ള യാത്രകൾ തുടർന്നിരുന്നത്. അതുകൊണ്ടാണ് ആ പ്രദേശത്ത് ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടായതും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും ഒക്കെ അവിടെ സെറ്റിൽമെൻറ്റ് ഉണ്ടായതും പിന്നീട് അത് വെള്ളക്കാരുടെ കയ്യിലാവുകയും വർണ്ണവിവേചന നയം ഉണ്ടാവുകയൊക്കെ ചെയ്ത് സൗത്ത് ആഫ്രിക്കയുടെ ചരിത്രമാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ആ റൂട്ട് വീണ്ടും ഒന്നുകൂടി റീവിസിറ്റ് ചെയ്യേണ്ടി വരുമോ? അങ്ങനെയെങ്കിൽ 5 ഇരട്ടിയാണ് കപ്പൽ കൂലി ഉണ്ടാകുന്നത്. ഇൻഷുറൻസ് കോസ്റ്റ് വളരെ കൂടുതലാണ്. കാരണം ആഫ്രിക്കയുടെ തീരപ്രദേശത്ത് പലയിടത്തും കൊള്ളക്കാരുടെ വലിയ ശല്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സെക്കോത്ര ഉൾപ്പെടെയുള്ള ഭാഗത്തെ കൊള്ളക്കാരുടെ വലിയ, സോമാലിയയുടെ തീരപ്രദേശമാണ്. അവിടെ വലിയ തോതിലാണ് കടൽക്കൊള്ള നടക്കുന്നത്. പല കപ്പലുകളെയും ആക്രമിക്കും, വലിയ വസ്തുക്കൾ കൊള്ളയടിച്ചുകൊണ്ട് പോകും. ഇപ്പോഴും പ്രാകൃതമായ ഒരു കാട്ടുനീതിയാണ് പല തുറമുഖങ്ങളോട് ചേർന്നും ആഫ്രിക്കൻ രാജ്യങ്ങളുടെ പല മേഖലകളിലും തീർത്തും നാവിഗബിൾ അല്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് അവിടെ ഇൻഷുറൻസ് കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് എങ്ങനെയും ബാബൽ മന്ദേബ് വളരെ റെക്കഗ്നൈസ്ഡ് പാതയാണ്. ഹൂതികൾ അടങ്ങിയിരിക്കുകയാണെങ്കിൽ, ഹൂതികൾ സമാധാനമായി ഇരിക്കണമെങ്കിൽ ഇറാൻ കൽപ്പിക്കണം. അപ്പം ഇറാനും ഹൂതികളും തമ്മിലുള്ള സവിശേഷമായ ബന്ധം നോക്കുമ്പോൾ ഇപ്പോൾ ഹൂതികൾ ആക്റ്റീവാകാനാണ് സാധ്യത. ഇപ്പം ഇറാൻ അളമുട്ടിക്കഴിഞ്ഞാൽ, ഇറാൻ എക്കാലത്തും വിചാരിച്ചിരുന്നൊരു കാര്യമുണ്ട്, തങ്ങളെ ഇന്നല്ലെങ്കിൽ നാളെ ഇസ്രയേലും അമേരിക്കയും ആക്രമിക്കും. അപ്പോൾ തങ്ങൾക്ക് സ്വയം സംരക്ഷിക്കാൻ ആവാതെ വരും. അപ്പോൾ ആ മേഖലയിൽ ആകമാനം സമ്മർദ്ദം സൃഷ്ടിക്കാൻ ഹിസ്ബുള്ള, ഹമാസ് ആൻഡ് ഹൂതി 3 രാജ്യങ്ങളിലാണ്. ലെബനനിൽ ഹിസ്ബുള്ള, പലസ്തീനിൽ അതായത് ഗസയിൽ ഹമാസ്, ഇവിടെ ഇങ്ങ് തെക്ക് യമനിൽ ഹൂതികൾ. ഈ 3ഉം ആ മേഖലയെ മുഴുവൻ സംഘർഷഭരിതമാക്കുകയും അങ്ങനെ അമേരിക്കയുമായി ഭംഗിയായി വിലപേശനാവുകയും ചെയ്യുക എന്ന ഇറാനിയൻ തന്ത്രം തന്നെയാണ് ഇവിടെ നടപ്പാകുന്നത്. അതുകൊണ്ട് എങ്ങനെ കൈവിട്ടു പോകാതെ സൂക്ഷിക്കാം. സൗദി അറേബ്യയുടെയും ഞാൻ മറ്റൊരു എപ്പിസോഡിൽ സൂചിപ്പിച്ചതുമാണ്. സൗദി അറേബ്യക്ക് എത്രത്തോളം നിർണായകമാണ് ഹൂതികളുമായിട്ടുള്ള ബന്ധം, എത്രത്തോളം നിർണായകമാണ് ചെങ്കടൽ വ്യാപാരം എന്നത് ഞാൻ മറ്റൊരു എപ്പിസോഡിൽ സൂചിപ്പിച്ചതുമാണ്. അതുകൊണ്ട് ഒരേ സമയം 2 കടലിടുക്കുകൾ ഒരുമിച്ച് ബ്ലോക്ക്ഡ് ആകുന്ന അന്തരീക്ഷത്തിലേക്ക് ലോകം നീങ്ങും എന്ന വാർണിംഗ് ഇറാൻ കൊടുക്കുന്നു. എത്രത്തോളം പ്രായോഗികമായി നടപ്പാക്കാനാവുമെന്നറിയില്ല. പക്ഷേ അത് നടപ്പായി കഴിഞ്ഞാൽ ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ തകിടം മറിയും. ആഗോള മാന്ദ്യത്തിലേക്ക് തന്നെ ലോകം ഒരുപക്ഷെ തള്ളിയിടപ്പെട്ടേക്കാം. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഹോർമൂസും ബാബൽ മന്ദേബും തുറന്ന് തന്നെ കിടക്കട്ടെ. സുഗമമായി കപ്പലോട്ടം നടക്കട്ടെ. ലോക വ്യാപാരം പൊടിപൊടിക്കട്ടെ. മാനവരാശി ജയിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.